നമസ്കാരം. കേരള കാർഷിക സർവകലാശാലയിലെ വെള്ളാനിക്കര ഗ്രാമീണ കൃഷി മൗസം സേവാ യൂണിറ്റ് 2026 മെയ് 19 തയ്യാറാക്കിയ കാർഷിക കാലാവസ്ഥാ നിർദ്ദേശക ബുള്ളറ്റിൻ. ഭാരതീയ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് പ്രകാരം തെക്കുകിഴക്കൻ മൺസൂൺ തെക്കുകിഴക്കൻ അറബിക്കടലിന്റെയും കൊമോറിൻ പ്രദേശത്തിന്റെയും തെക്കു പടിഞ്ഞാറൻ തെക്കുകിഴക്കൻ ബംഗാൾ ഉൾക്കടലിന്റെയും ആൻഡമാൻ കടലിന്റെയും ശേഷിക്കുന്ന ഭാഗങ്ങളിലേക്കും ബംഗാൾ ഉൾക്കടലിന്റെ കിഴക്കൻ മധ്യഭാഗത്തിന്റെ ചില ഭാഗങ്ങളിലേക്കും അടുത്ത 3 മുതൽ 4 ദിവസങ്ങളിൽ കൂടുതൽ മുന്നേറാൻ സാഹചര്യങ്ങൾ അനുകൂലമാണ്. മെയ് 26 കേരളത്തിൽ തെക്കു പടിഞ്ഞാറൻ മൺസൂൺ ആരംഭിക്കാൻ സാധ്യതയുണ്ട്. ജില്ലയിൽ സാമാന്യം ഭേദപ്പെട്ട മഴയ്ക്ക് സാധ്യത. ജില്ലയിൽ വരും ദിവസങ്ങളിൽ കൂടുതൽ അന്തരീക്ഷ താപനില 32 ഡിഗ്രി സെൽഷ്യസും കുറഞ്ഞ അന്തരീക്ഷ താപനില 25 ഡിഗ്രി സെൽഷ്യസും ആകാനാണ് സാധ്യത. അന്തരീക്ഷത്തിലെ ഈർപ്പത്തിന്റെ അളവ് 80 മുതൽ 85%, കാറ്റിന്റെ വേഗത മണിക്കൂറിൽ ഏകദേശം 3 മുതൽ 6 കിലോമീറ്റർ വരെ ആകാനാണ് സാധ്യത. പൊതുനിർദ്ദേശങ്ങൾ: കാലവർഷാരംഭത്തിന് മുമ്പേ കാർഷിക വിളകൾക്ക് പ്രത്യേക വിള പരിപാലനം നടത്തേണ്ടതാണ്. കൃഷിയിടങ്ങളിൽ വേണ്ടത്ര നീർവാർച്ച സൗകര്യം മെച്ചപ്പെടുത്തുക. വാഴകൾക്ക് താങ്ങുകാലുകൾ നൽകുക. പച്ചക്കറി പന്തലുകൾ കൂടുതൽ ബലപ്പെടുത്തുക. കർഷകർക്കും കന്നുകാലികൾക്കും ഇടിമിന്നലേൽക്കാതിരിക്കാൻ തുറസായ സ്ഥലങ്ങളിൽ നിൽക്കാതിരിക്കുക. വിരിപ്പ് കൃഷി ഇറക്കുന്നതിന് മുൻപായി നെൽപ്പാടങ്ങളിൽ ഡേഞ്ച് വിതച്ചു കൊടുക്കാവുന്നതാണ്. വിരിപ്പ് കൃഷി ഇറക്കുന്ന പാടങ്ങളിൽ നിലം ഒരുക്കലും ഞാറ്റടി തയ്യാറാക്കലും ചെയ്യാം. കാലവർഷം തുടങ്ങുന്നതിന് മുൻപായി തെങ്ങിൻ തൈകളും കവുങ്ങൻ തൈകളും നടാനുള്ള കുഴികൾ ഇപ്പോൾ തയ്യാറാക്കാവുന്നതാണ്. കാലവർഷം തുടങ്ങുന്നതിന് മുൻപായി ജാതിയിൽ ഇലപൊഴിച്ചിൽ വരാതിരിക്കാനുള്ള മുൻകരുതലായി 1% വീര്യമുള്ള ബോർഡോ മിശ്രിതം തെളിച്ചു കൊടുക്കാവുന്നതാണ്. മഴയില്ലാത്ത സമയത്ത് മാത്രം കീടനാശിനി പ്രയോഗം നടത്തുക. മൃഗസംരക്ഷണം: കാലിത്തീറ്റയിൽ പൂപ്പിൽ വിഷബാധ ഏൽക്കാതെ സൂക്ഷിക്കുക. ചെള്ള്, ഈച്ച, പേൻ തുടങ്ങിയ ബാഹ്യ പരാതങ്ങൾക്ക് എതിരെ ജാഗ്രത പുലർത്തണം. തൊഴുത്തിലോ പരിസരത്തോ എലിശല്യം ഇല്ലാതിരിക്കുവാൻ ശ്രദ്ധിക്കുക. എലിയിൽ നിന്നും പകരുന്ന എലിപ്പനി അഥവാ ലെപ്റ്റോസ്പൈറോസി എന്ന രോഗം ഉരുക്കൾക്കും കർഷകർക്കും ഒരുപോലെ മാരകമാണ്. നന്ദി.